ഹായ് ഫ്രണ്ട്സ്, മഴതോരും മുമ്പയുടെ ഇന്നത്തെ പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഇത്രയും ജോലിക്കാരുള്ള ഒരിടത്തേക്ക് എന്നെ ആക്കുന്നത് എന്തിനാ? എനിക്കിതിപ്പോൾ കേട്ടിട്ട് അച്ഛൻ എന്നെ ജോലിക്കാരെ ആവശ്യമില്ലാത്തയിടത്തേക്ക് ഉന്തി തള്ളി വിടുന്നതായിട്ടാണ് തോന്നുന്നതെന്നും പിന്നെ എനിക്ക് ഇത്ര വലിയ മുതലാളിമാരുടെ കീഴിലൊന്നും ജോലി ചെയ്യണമെന്നില്ല. എനിക്കൊരു ഹോസ്പിറ്റലിലോ ആയുർവേദശാലയിലോ ഒരു തൂപ്പുകാരിയുടെ ജോലിയായാലും മതി എന്ന് ബാലനോട് പറയുകയാണ്. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, നമുക്ക് പോയി നോക്കാം, എന്നിട്ട് പറ്റിയില്ലെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പോരാമല്ലോ എന്ന് പറയും. അപ്പോൾ അലീന പറയുന്നുണ്ട്, മാമച്ചനങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട് എറണാകുളത്ത് എവിടെയെങ്കിലും ജോലി സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ബാലൻ പറയേ, അതൊന്നും വേണ്ട, നിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കാണ്, ഞാനാണ് നിന്നെ ഒരിടത്ത് സുരക്ഷിതമായി എത്തിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയും, അത് ശരിയാണ്, അച്ഛനേക്കാൾ വലിയൊരു ലോക്കൽ ഗാർഡിയൻ എനിക്ക് വേറെ ഇല്ല എന്ന് പറയും. അങ്ങനെ അലീന റൂമിൽ നിന്ന് പോരുമ്പോൾ താഴെ ബബിതയും കൃഷ്ണമോളും കാത്തുനിൽക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോൾ വരുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, എന്തായി ചേച്ചി, വല്ലതും അറിയാൻ പറ്റുമോ, എവിടെയാണ് ആക്കിയതെന്നൊക്കെ അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും, 2 ദിവസത്തിനുള്ള തീരുമാനമാവും എന്നാണ് പറഞ്ഞത്, എന്നോട് കൃത്യമായിട്ട് കൂടുതലൊന്നും പറഞ്ഞില്ല എന്ന് പറയും. അപ്പോൾ ബബിത പറയും, നമുക്ക് ഗോവർദ്ധനങ്ങളിനെ വിളിച്ചു നോക്കിയാലോ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും, ഇല്ല, അച്ഛൻ അറിയാതെ ഗോവർദ്ധനങ്ങൾ ഒരു കാര്യവും നമ്മളോട് പറയില്ല എന്ന് പറയും. അപ്പോൾ കൃഷ്ണമോൾ പറയും, എന്തായാലും എവിടെ ദൂരെ എങ്ങോ ഉള്ളൊരു സ്ഥലത്താണ് ചേച്ചീനെ ആക്കണത്, അടുത്തെങ്ങുമല്ല എന്ന് പറയും. അപ്പോൾ ബബിത പറയും, എങ്ങോട്ടെങ്കിലും പോട്ടെ, ചോദിച്ച് വാങ്ങിച്ചതല്ലേ, പിന്നെ എപ്പോഴെങ്കിലും പോവോ വരുമോ നിൽക്കുമോ എന്ത് വേണമെങ്കിലും ആവട്ടെ എന്ന് പറയും. അപ്പോൾ ബബിതയ്ക്ക് നല്ല വിഷമമുണ്ട്, അതുകൊണ്ടാട്ടോ ബബിത ഇങ്ങനെയൊക്കെ പറയണേ. അങ്ങനെ ഇവർ രാത്രി എല്ലാവരും ഫുഡൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ബബിതയും കൃഷ്ണമോളും രോഹിത്തും ഒക്കെ നല്ല സന്തോഷത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ ബാലൻ വരും. ബാലൻ ചോറ് കഴിക്കാൻ വരുമ്പോൾ ബാലൻ ചോദിക്കും, എവിടെ അലീന എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ ബബിത പറയും, അലീന ചേച്ചി കുളിക്കുകയാണെന്ന് പറയും. അപ്പോൾ ബാലൻ പറയും, എന്നാൽ അലീനയും കൂടി വന്നിട്ട് പോരായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ ബബിത പറയും, കുളിയൊക്കെ കഴിഞ്ഞു, ഇപ്പം മേക്കപ്പാണെന്ന് പറയും. അപ്പോൾ ബാലൻ ചോദിക്കും, അവളും മേക്കപ്പൊക്കെ ഇടുമോ എന്നിങ്ങനെ ചോദിക്കാം കേട്ടോ. അപ്പോൾ പറയും, പിന്നെ കണ്ണ് വരക്കും, കുറി തൊടും, പൗഡർ ഇടും, ഇതൊക്കെയാണ് മേക്കപ്പ് എന്ന് പറയും. അപ്പോൾ ബാലൻ പറയും, ആ പണ്ടത്തെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയുള്ള മേക്കപ്പായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയും, ചെയ്യാവുന്നതെന്ന് പറയും. എന്നിട്ട് ബാലൻ ഇങ്ങനെ എല്ലാവരെയും നോക്കിയിട്ട് പറയും, ഈ ഐക്യവും സ്നേഹവും സഹകരണവും ഒക്കെ പണ്ടേ ആവായിരുന്നു, ഇപ്പോഴാണ് ഇതൊരു സ്വർഗ്ഗമായി എന്ന് പറയും. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ഞങ്ങളിതൊന്നും കണ്ടിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നല്ലോ അച്ഛാ എന്നിങ്ങനെ പറയും. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, നല്ലൊരു പെണ്ണൊരുത്തി വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എന്ന് പറയും. അപ്പോൾ ബബിത ഇങ്ങനെ തമാശയ്ക്ക് ഇങ്ങനെ ദേഷ്യം പിടിച്ച പോലെ പറയുന്നുണ്ട്, ഓ, ആ നല്ല പെണ്ണൊരുത്തി അലീന ചേച്ചി ആയിരിക്കും എന്ന് പറയും. അപ്പോൾ ബാലൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയും, അല്ല, ഇപ്പോൾ നിങ്ങൾ 4 പേരും നല്ല മക്കളാണ്, നല്ല കൂടപ്പിറപ്പുകളാണ് എന്ന് പറയും. അപ്പോൾ ബബിത ചോദിക്കും, ഇനി ചേച്ചി പോയി കഴിഞ്ഞിട്ട് അമ്മ വന്നാലോ എന്തായിരിക്കും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ബാലന് ദേഷ്യം വരുന്നുണ്ട്. ബാലൻ പറയും, എന്നോട് ഇനി ഈ വിഷയത്തെപ്പറ്റി ആരും സംസാരിക്കേണ്ട, എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെ പിന്നെ അലീനേനെ കൊണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെ കൃഷ്ണമോളും ബബിതയും രോഹിത്തും ഒക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടേക്കാണ് അച്ഛ ആക്കണത്, അതൊരു വീടാണോ സ്ഥാപനമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, അതൊരു വീടാണെന്നും അവിടെ അവിടെ ഒരു ഹൗസ് ഓണർ ഉണ്ടെന്നും കുറച്ച് ജോലിക്കാരുണ്ടെന്നും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള ചെറിയ കാര്യങ്ങളൊക്കെ അവരുമായിട്ട് ബാലൻ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇതിനൊക്കെ കൂട്ടി നിൽക്കണത് എന്തിനാണെന്നാണ് എനിക്ക് അത്ഭുതം, നമ്മളിതിപ്പോൾ കണ്ടുപിടിച്ച് കൊടുക്കുന്നതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ചേച്ചി ഇവിടെ കുറച്ച് കാലം കൂടി നിൽക്കില്ലായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ ബാലൻ പറയും, ഇല്ല മോളെ, അവൾ പോവാൻ തീരുമാനിച്ചാണ്, അവൾ എന്തായാലും പോകും, അവളുടെ സേവനം, അവൾക്കിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറക്കി വിട്ടാലും അവളുടെ സേവനം അവൾ മുമ്പുണ്ടായിരുന്ന കഴക്കൂട്ടത്ത് ഉള്ള സ്ഥാപനത്തിന് അവളുടെ സേവനം ആവശ്യമാണ്, പക്ഷേ ഒരു നല്ലയിടത്ത് അവളെ എത്തിക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചതെന്നും അല്ലാതെ എനിക്ക് അവൾ പോണേന് ഒട്ടും താല്പര്യമില്ലയെന്നും എനിക്ക് വിഷമമാണെന്നും ഒക്കെ ബാലൻ ഇങ്ങനെ പറയുകയാണ് മക്കളുടെ അടുത്തേക്ക്. അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ അലീന വരുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ പറയുവാണ്, അല്ലെങ്കിൽ തന്നെ അലീന ചേച്ചിക്ക് ഇവിടെ ഓർത്തിരിക്കാൻ എന്താ ഉള്ളത്, ഇവിടെ ഇങ്ങനെ അല്ലെങ്കിൽ തന്നെ വന്നപ്പോൾ തൊട്ട് പീഡനവും ദ്രോഹിക്കലും സങ്കടപ്പെടുത്തലും ഒക്കെ അല്ലായിരുന്നോ എന്നിങ്ങനെ പറയും.
അപ്പോൾ ബബിത പറയും, ആ ചേച്ചി ഒരുപാട് പേര് എവിടെ പോയാലും എല്ലാവരുമായിട്ട് പെട്ടെന്ന് ഇണങ്ങിച്ചേരും, എന്നിട്ട് പയ്യെ പയ്യെ നമ്മളെയൊക്കെ മറക്കും എന്ന് പറയും. അപ്പോഴേക്കും അവിടേക്ക് അലീന വരും. അപ്പോൾ കൃഷ്ണമോൾ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ പറയുമായിരുന്നു ചേച്ചിക്ക് ഇവിടെ ഓർമ്മിക്കാനൊന്നും ഇല്ലെന്നും ചേച്ചിക്ക് ഇവിടെ നിറച്ചും ദ്രോഹവും പീഡനമൊക്കെ ആയിരുന്നു എന്നും ഇങ്ങനെ പറയുമായിരുന്നു എന്ന് പറയും. അപ്പോൾ അലീന പറയും, അതൊക്കെ എന്തിനാണ് കൃഷ്ണമോളെ വീണ്ടും ഇപ്പോൾ പറയുന്നത്? നമ്മളെ ദ്രോഹിച്ചവരും കുറ്റപ്പെടുത്തിയവരും എല്ലാവരും അതിന് അവരുടെ മനസ്സിന് മാറ്റം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവരെ വീണ്ടും അത് പറഞ്ഞ് കുറ്റപ്പെടുത്തരുത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പം നമ്മളെ വേദനിപ്പിച്ച കാര്യങ്ങളും നമ്മൾ ദ്രോഹിച്ച കാര്യങ്ങളും ഒക്കെ ഒരിക്കലും മറക്കില്ല. അത് മനസ്സിനേറ്റ മുറിവാണ്. പിന്നെ പക്ഷേ അതിൽ മുറിവിൽ മരുന്ന് തേച്ച് തന്നവരെയും സ്നേഹിച്ചവരെയും ലാളിച്ചവരെയും ഒന്നും നമ്മൾ ഒരിക്കലും മറക്കില്ല എന്ന് പറയും. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, നീ പറഞ്ഞത് കറക്റ്റ് പോയിൻ്റാന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് റൂമുകളിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ അലീന മനുവിനെ വിളിക്കുകയാണ്. അപ്പോൾ മനു കോൾ എടുത്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ എപ്പോഴാണ് വന്നതെന്നും അങ്കിള് തിരിച്ചു വന്നോ എന്നും അതേപോലെ തന്നെ അങ്കിള് എവിടെയാണ് പോയെന്നും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ആ അച്ഛൻ വന്നു, ഞങ്ങളും എത്തി, പക്ഷേ ഒരുപാട് തിരക്കായിരുന്നു, അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അങ്കിൾ എവിടെയാണ് പോയെന്നൊക്കെ വല്ലതും പറഞ്ഞായിരുന്നോ? ആരെ കാണാനാണ് പോയെന്നൊക്കെ പറഞ്ഞായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴും മനുവേട്ടനോട് ഈ കാര്യങ്ങളൊക്കെ ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴും ഇവിടെ വലിയച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ചോദിക്കും, എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതെന്ന് അലീനെ ചോദിക്കുകയാണ്. അപ്പോഴും ബാലചന്ദ്രൻ അങ്കിള് വലിയച്ഛനെ കാണാനായിട്ട് വലിയച്ഛൻ്റെ വീട്ടിൽ ചെന്നായിരുന്നു. അപ്പോൾ എന്നിട്ട് ഒരുപാട് വിരട്ടി കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് അലീനേനെ അവിടെ നിർത്തിക്കൊണ്ട് എന്നെ വൈജാൻറ്റിയെ അവിടേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് വലിയച്ഛൻ വന്നതെന്ന് മനു അലീനേനോട് പറയുകയാണ്. അപ്പോൾ മനു പറയാണ്, എനിക്ക് നിന്നെ ഈ പരിചയമില്ലാത്ത മറ്റൊരിടത്തേക്ക് വിടുന്നതിനോട് ഒരു താല്പര്യമില്ല. അപ്പോൾ മനുവിന് ഇങ്ങനെ ആദ്യമാണ് കേട്ടോ ഈ അലീന അകന്ന് പോകുന്നുള്ള ആദ്യമാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, ഇനി നീ പുതിയൊരിടത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല, അതേപോലെ തന്നെ നമ്മുടെ ഫോൺ ചെയ്യുമ്പോഴൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, അപ്പോൾ നീ എന്നെ മറന്നു പോകും, നീ എന്നെ അകന്നു പോകുമെന്നൊക്കെ എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടെന്ന് പറയും. അപ്പോൾ അലീന പറയും, അത് അങ്ങനെയൊന്നുമില്ല, ഞാൻ എന്നും മനുവേട്ടൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, അങ്ങനെ ഒരു പേടി വേണ്ട, എന്നെ വിശ്വാസമില്ലേ എന്നൊക്കെ അലീന മനുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ മനു പിന്നെ ചോദിക്കുന്നുണ്ട്, നിനക്ക് അവിടെ നിന്ന് പോവാതിരുന്നൂടെ? നിനക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ ആൻറ്റീനെ വാടക വീട്ടിലേക്ക് പോകുന്ന രീതിയിലേക്ക് ആയിക്കൂടെ? ആൻറ്റി ഒരിക്കലും നന്നാവില്ല എന്ന് നിനക്കറിയാമല്ലോ എന്ന് പറയും. അപ്പോൾ അലീന പറയും, എന്നോടുള്ള ദേഷ്യത്തിന് ഒരു വലിയ കുഴിയിലേക്ക് ചാടാൻ നിൽക്കുവാണ് മാഡം എന്ന് പറയും. അപ്പറയും, ഇതറിയാമെങ്കിൽ നീ എന്തിനാ പിന്നെ പോണേന്നൊക്കെ മനു ചോദിക്കണം. അപ്പോൾ അലീന പറയും, ഞാൻ പോയില്ലെങ്കിൽ ശരിയാവില്ല, ഞാൻ പോയി കഴിഞ്ഞാൽ മാത്രമേ മാഡം തിരിച്ചു വരുള്ളൂ, അല്ലെങ്കിൽ മാഡം എത്ര കാലം ഒറ്റയ്ക്ക് ജീവിക്കും? ചിലപ്പോൾ മാഡം ഡിവോഴ്സിന് പോകും, പിന്നെ മറ്റൊരു കല്യാണം കഴിച്ചെന്നിരിക്കും, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരുടെ ഫോൺ സംഭാഷണമൊക്കെ അവർ അവസാനിച്ചു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനു ഇങ്ങനെ ഇരുന്ന് എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഗംഗേട്ടനും ശിവേട്ടനും കൂടി വരുവാണ്. എന്നിട്ട് മനുവിനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. നീ ബാലനെ വിളിച്ചായിരുന്നോ എന്നും ബാലൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്നും എവിടെ പോയെന്നും ഒക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും, ആ വലിയച്ഛൻ വന്ന കാര്യം ഞാനിങ്ങനെ അങ്കിളിനോട് പറഞ്ഞെന്നും സ്റ്റാൻലി എന്ന് പറഞ്ഞ ഒരാളെ കാണാൻ പോയെന്ന് ചോദിച്ചു എന്നും ഒക്കെ മനു ഇങ്ങനെ പറയുമ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, എന്തിനാ നീ ഇപ്പം അങ്ങനെ ചോദിച്ചേ? ഇനി അയാൾ ഒരു കാര്യം തുറന്ന് പറയില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെ അറിഞ്ഞ സ്ഥിതിക്ക് അയാളൊന്നും തുറന്ന് പറയില്ല എന്ന് പറയണം. അപ്പോൾ ശിവേട്ടൻ പറയും, നമുക്കിത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ ആ സ്റ്റാൻലി എന്ന് പറയുന്ന ആളുടെ അടുത്ത് ഈ ബാലചന്ദ്രൻ ചെന്നിട്ടുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ മോളെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ അയാൾക്ക് നമ്മുടെ വീട് നന്നായിട്ട് അറിയാം. അപ്പോൾ അയാൾ ഇതിനു മുമ്പ് 2 തവണ വൈജയനെ അന്വേഷിച്ച് ഇവിടെ വന്നേക്കണതാണ്. അപ്പോൾ അതുകൊണ്ട് അയാൾ വരുമ്പോൾ ഇവിടെ വൈജയമുണ്ട്. അപ്പോൾ 2 പേരെയും കൂടി ഉള്ള ഒരു കൂടിക്കാഴ്ച അത് അപകടമാണ്. അതുകൊണ്ട് നമുക്ക് നാളെ തന്നെ ഇങ്ങനെ
ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് പോകണം, ബാലചന്ദ്രനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കണം എന്ന് ശിവനും ഗംഗേട്ടനും കൂടി ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ മനുവിനെയും അവർ പോകാനായിട്ട് കൂടെ വരാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. അപ്പം മനു പറയുന്നുണ്ട്, ഞാനെന്തിനാ നിങ്ങൾ പോയാൽ പോരെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, നിന്നോട് അല്ലെങ്കിൽ ബാലചന്ദ്രന് ഒരു പ്രത്യേക സോഫ്റ്റ് കോർണർ ഉണ്ട്, അതുകൊണ്ട് നീയും കൂടെ വന്നോന്ന് പറയും. പിന്നെ കാണിക്കുന്നത് രാവിലെ ബബിത ഇങ്ങനെ പഠിക്കാൻ പോകാനായിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ലഞ്ച് ബോക്സ് ആയിട്ട് പുറകെ അലീന വരുന്നുണ്ട്, എന്നിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബബിത അലീനേനെ കവളത്ത് ഉമ്മൊക്കെ കൊടുക്കുന്നതൊക്കെ ഒരു കാഴ്ചയൊക്കെ കാണാൻ പറ്റും. അതിനുശേഷം ബബിത അങ്ങനെ പോകാനിറങ്ങുമ്പോഴാണ് ഈ മനുവും ഗംഗേട്ടനും ശിവേട്ടനും കൂടി അവിടേക്ക് വരുന്നത്. അങ്ങനെ ഗംഗേട്ടൻ ഇങ്ങനെ അലീനയോട് വളരെ വിഷമത്തോടുകൂടി നീ പോവാണല്ലേ എന്നും എനിക്ക് വിഷമമാണെന്നും, കാരണം അവരുടെ ഒരു നിസ്സഹായാവസ്ഥയും കാര്യങ്ങളും ഒക്കെ അലീനയോട് പറയുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു കാഴ്ച കാണിച്ചുകൊണ്ടാണ് ഈ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ബൈ.